എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കാറ്ററിംഗുകാർ ഓർഡർ അനുസരിച്ച് തയ്യാറാക്കി കൊടുക്കുന്ന യെല്ലോ കളർ പോർക്ക് വിന്താലോ ആണ്. വളരെ രുചികരമാണ് ഈ ഒരു കറി കഴിക്കാനായിട്ടും ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലോ വളരെ എളുപ്പവുമാണ്. ക്രിസ്മസ് ദിനത്തിൽ തയ്യാറാക്കുന്ന വളരെ പ്രാധാന്യമേറിയ ഒരു കറി കൂടിയാണ്. നിങ്ങൾ ഇതുവരെയും ഇതുപോലൊരു രീതിയിൽ കറി തയ്യാറാക്കി എടുത്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. നമ്മളിന്നൊരു പ്രത്യേക രീതിയിലാണ് ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുന്നതും അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള പോർക്ക് വിന്താലോ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കല്ലേ. ഇനി നമുക്ക് പോർക്ക് വിന്താലോ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 1 കിലോ പോർക്കാണ് കഴുകി വൃത്തിയാക്കി ഇതിന്റെ വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്നത്. പോർക്ക് കഴുകി എടുക്കുമ്പോൾ ഇതിന്റെ ആ ഒരു ബാഡ് സ്മെല്ല് മാറിക്കിട്ടാനായിട്ട് ഉപ്പും വിനാഗിരിയും കൂടി ചേർത്തിട്ടുള്ള വെള്ളത്തിലായിരിക്കണം കഴുകി എടുക്കേണ്ടത്. വിന്താലോ തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് അല്പം വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മുടെ കറിക്ക് ആവശ്യമായ മസാലകളൊക്കെ ഒന്ന് അരച്ചെടുക്കാം. ഇതിനായിട്ട് കുറച്ച് ചേരുവകളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. 1 സ്പൂൺ അളവില് കടുക് പരിപ്പിന് പകരമായിട്ട് കടുക് എടുക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ അളവില് നല്ല ജീരകം, 1/4 ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ അളവില് കുരുമുളക്, 3 ഏലക്ക, ഇതുപോലൊരു കഷ്ണം ജാതിപ്പൂ, 3 ചെറിയ കഷ്ണം കറുവപ്പട്ട, 3 കറയാമ്പൂ കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രയും മസാലകള് നമുക്കൊന്ന് അരച്ചെടുക്കേണ്ടതാണ്. ഇതിന്റെ കൂടെ തന്നെ അരച്ചെടുക്കുന്നതിനായിട്ട് 1 ബോൾ വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 8 പച്ചമുളക്, പിന്നെ പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് മുരിങ്ങാത്തോലാണ്. 1 കിലോ വിന്താലോ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഇതുപോലൊരു കഷ്ണം തന്നെ മതിയാകും. ഇനിയിപ്പോ നമ്മൾ നേരത്തെ കാണിച്ച മസാലയും ഇതെല്ലാം കൂട്ടി ചേർത്ത് വേണം അരച്ചെടുക്കാനായിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ മസാലകളെല്ലാം അരച്ചെടുക്കുന്നത് അഗാരോന്റെ പേഴ്സണൽ 3 ജാർ ബ്ലെൻഡർ. ഈ ഒരു ബ്ലെൻഡർ വരുന്നത് 3 ജാറുകളായിട്ടാണ്. ജ്യൂസ് അടിച്ചെടുക്കാനും അരച്ചെടുക്കാനും പൊടിച്ചെടുക്കാനും പറ്റിയ ജാറുകളാണ്. 2 ജാറുകൾക്കും 2 വ്യത്യസ്തമായ ബ്ലേഡുകളോട് കൂടിയതാണ്. 3 ജാറുകളിലും 700 മില്ലി, 500 മില്ലി, 300 മില്ലി എന്ന അളവിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ബേസ് ആയിട്ട് തന്നെ നമ്മുടെ ജാറ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കൂടാതെ ഈ ഒരു ജാറിനൊപ്പം 3 ലിഡുകൾ കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് റീസീലബിൾ ലിഡ്. നമ്മൾ ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റോർ ചെയ്യാനും ജ്യൂസ് നമുക്ക് അരിപ്പയില്ലാതെ തന്നെ അരിച്ചെടുക്കാനും സാധിക്കുന്നതാണ്. പിന്നെ നമുക്കിതില് ഒരു സിപ്പർ ലിഡ് ഉള്ളത് കൊണ്ട് ഗ്ലാസുകളിലേക്ക് ഒഴിച്ചെടുക്കാനും വളരെ തന്നെ എളുപ്പമാണ്. ഇനിയിപ്പോ ചെറിയ ജാറിൽ വെച്ചിട്ട് നമുക്ക് മസാല അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ പൊടി. ഇന്നത്തെ കറിക്കായിട്ടുള്ള മസാലകളെല്ലാം അരച്ചെടുക്കുന്നത് ഞാനിവിടെ അഗാരോന്റെ ബ്ലെൻഡർ ജാറിൽ വെച്ചിട്ടാണ്. മസാലകൾ ജാറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, മുരിങ്ങാത്തോലൊന്ന് കൈകൊണ്ടൊന്ന് കീറിയതിനു ശേഷമായിരിക്കണം ചേർക്കേണ്ടത്. അതുപോലെ തന്നെ പച്ചമുളകും, ഇഞ്ചി 2 കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണം അരക്കാനായിട്ടും. ഈ ഒരു മസാലകളെല്ലാം അരച്ചെടുക്കാനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിലെ വിനാഗിരി കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കാനും പോകുന്നത്. ഇനി ജാറ് ക്ലോസ് ചെയ്തതിന് ശേഷം ലൈൻ ഓൺ ചെയ്തിട്ട് ജാറ് ലോക്ക് ചെയ്തിട്ട് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്താൽ മതിയാകും. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ മസാലകളെല്ലാം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുക്കാനും സാധിച്ചിട്ടുള്ളത്. ഇനി മസാലയിൽ നിന്നും 2 സ്പൂൺ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പോർക്കിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് കറിക്ക് ആവശ്യമായ ഉപ്പാണ്. ഉപ്പും ചേർത്തതിന് ശേഷം 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. 2 മിനിറ്റ് നേരമെങ്കിലും നമുക്കിതുപോലെ തന്നെ കുഴച്ചെടുക്കേണ്ടതാണ്. മസാലകളെല്ലാം കഷ്ണങ്ങളിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് മാറ്റി വെക്കണം. 15 മിനിറ്റ് നേരമെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചു കൊടുക്കണം. അതിനുശേഷം വിന്താലുവിന്റെ ഗ്രേവിക്കായിട്ട് 2 ചെറിയ സവാള നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 100 ഗ്രാം കൊച്ചുള്ളിയും കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. 1 കിലോ വിന്താലു കറി തയ്യാറാക്കി എടുക്കാനായി ഇത്രയും തന്നെ ചേരുവകൾ മതിയാകും. ഇനിയിപ്പോ നിങ്ങളുടെ കൈവശം കൊച്ചുള്ളി ഇല്ലെങ്കിൽ ഒരു സവാള കൂടി ചേർത്തെടുത്താൽ മതിയാകും. ഇനി നമ്മുടെ പോർക്ക് ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേവിച്ചെടുക്കുന്നതിനായിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റാം. കുക്കറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അതേ പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കർ മൂടിയതിന് ശേഷം ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം. അങ്ങനെ ഒരു 3 വിസിൽ കൊണ്ട് തന്നെ നമ്മുടെ പോർക്ക് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. കൂടുതലായിട്ട് നമ്മൾ വേവിച്ചെടുക്കരുത്. കാരണം ഇനി ഗ്രേവിയിൽ കിടന്ന ഒന്നുകൂടെ വെന്ത് കിട്ടേണ്ടതാണ്. നമ്മൾ കുറഞ്ഞ അളവിലാണ് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ധാരാളം വെള്ളവും വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിന്റെ ഗ്രേവി തയ്യാറാക്കാം. ഇനി വിന്താലോ കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുന്ന സമയം കൊണ്ട് 20 ബദാം പരിപ്പ് നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ളതാണ്. ഇതൊന്നും അരച്ചു വെക്കണം. പാൻ ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും സവാളയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയും ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വാടിക്കിട്ടണം. അതുവരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. ഈ ഒരു സമയത്ത് ഒരു ചെറിയ മുറി നാളികേരം നമുക്കൊന്ന് തിരുമ്മി പാല് പിഴിഞ്ഞുകൂടി വെക്കണം. കാറ്ററിംഗിൽ വളരെ
ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പാചക രീതിയാണ് കാണിച്ചു തരുന്നത്. ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാവുന്നതുമാണ്. അരക്കപ്പ് അളവിലാണ് തേങ്ങാപ്പാൽ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ളതും. ഇപ്പോൾ വഴറ്റുന്ന സവാളയും കൊച്ചുള്ളിയൊക്കെ ഇതുപോലെ ഒന്ന് മുരിഞ്ഞു പാടി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള മസാലകളാണ് ചേർക്കേണ്ടത്. മസാലകളെല്ലാം വടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജാറ് കഴുകിയിട്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് മുരിയിച്ചെടുക്കാം. അരപ്പൊക്കെ നല്ലതുപോലെ മുരിയിച്ചെടുക്കണം. അതുവരെയാണ് നമുക്കിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. അരപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വരുന്ന മാത്രമേ നമ്മൾ നേരത്തെ കാണിച്ച ബദാം പരിപ്പ് അരച്ചതും തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതും. ബദാം പരിപ്പ് അരച്ചെടുക്കുന്ന സമയത്ത് ഞാനിതിലേക്ക് 1/4 കപ്പ് രണ്ടാം പാല് ചേർത്തിട്ടാണ് അരച്ചെടുക്കാനും പോകുന്നത്. വളരെ എളുപ്പത്തിൽ നല്ല ക്രീമി ടെക്സ്ചറിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ മസാലകളൊക്കെ ഒന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് കട്ട് ചെയ്ത് കൂടി ചേർത്തിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ടും. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന വിന്താലു യെല്ലോ കളറിലാണ് ഉണ്ടാവുക. നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ഒന്നും തന്നെ ചേർക്കുന്നില്ല. പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞപ്പോഴേക്കും മസാലകളൊക്കെ നല്ലപോലെ മൂത്ത് വന്നു. ഇനി നമുക്കിതിലേക്ക് ബദാം പരിപ്പ് അരച്ചത് ചേർക്കാം. ബദാം പരിപ്പ് അരച്ചത് ചേർത്ത് നല്ലതുപോലെ ഇളക്കി വഴറ്റി ഗ്രേവി ആയിട്ട് ഒന്ന് യോജിച്ച് വരുമ്പോഴേക്കും തേങ്ങാപ്പാലും കൂടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/4 കപ്പ് അളവിൽ തന്നെയാണ് തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഗ്രേവി നല്ലോണം തന്നെ മുരിഞ്ഞു വരുന്ന മാത്രയിൽ ഇതിൽ നിന്നും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണ മുഴുവനും ഒന്ന് തെളിഞ്ഞു വരും. ആ ഒരു പാകം വരെയാണ് നമുക്ക് മസാലകൾ വഴറ്റിയെടുക്കേണ്ടത്. വഴറ്റുന്ന മസാലയിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് വേണം വഴറ്റാനായിട്ട്. 5 മിനിറ്റ് കൊണ്ട് തന്നെ മസാലകളൊക്കെ നല്ലതുപോലെ മുരിഞ്ഞ് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂട്ടി ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. മസാലയെല്ലാം തന്നെ കഷ്ണങ്ങളിലേക്കൊന്ന് പിടിച്ചു കിട്ടണം. അതുവരെയാണ് നമുക്ക് ഇളക്കി കൊടുക്കേണ്ടതും. ഇനിയിപ്പോൾ കറിയുടെ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാവുന്നതാണ്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച കറി നമുക്ക് മൂടി വെച്ചാണ് ഇനി വേവിച്ചെടുക്കേണ്ടത്. കറി അടിയിലൊന്നും പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കിയും കൊടുക്കണം. ഇനിയിപ്പോൾ അരപ്പൊക്കെ തിളച്ച് നല്ലതുപോലെ കുറുകിയ പാകത്തിലേക്ക് കറിയായി വരട്ടെ. അതുവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കറി തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൂടി തുറന്ന് ഇടയ്ക്കിടയ്ക്ക് അടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ഇതിലേക്ക് ബദാം പരിപ്പൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് അടിയിൽ പിടിക്കാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോഴും നമ്മുടെ കറിയിൽ നന്നായിട്ട് തന്നെ ഗ്രേവി ഉണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് വറ്റിച്ചെടുക്കാനായിട്ടും. മസാലകളെല്ലാം തന്നെ കഷ്ണങ്ങളിലേക്കൊന്ന് പിടിച്ച് കിട്ടണം. അതുവരെയാണ് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കേണ്ടതും. അങ്ങനെ ഒരു 10 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ച് തിളപ്പിച്ചെടുത്തപ്പോഴേക്കും കറി നല്ല കുറുകിയ പാകത്തിലേക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉടൻ തന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തണുത്ത് വരുമ്പോഴേക്കും കറി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് കൂടെ മാറ്റാം. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ കാറ്ററിംഗ് സ്പെഷ്യൽ പോർക്ക് വിന്താലു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി സെർവ് ചെയ്യുന്ന താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കറി ചൂടാറി വരുന്ന സമയം കൊണ്ട് നമ്മുടെ ഈ ഒരു ബ്ലെൻഡർ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ബ്ലെൻഡറിന്റെ ഉൾഭാഗം മാത്രം ഒന്ന് തുടച്ചെടുക്കുക. ഇത് കഴുകാനൊന്നും പാടില്ല. ഇനിയിപ്പോൾ ജാറൊക്കെ നല്ലതുപോലെ വൃത്തിയാക്കി കഴിഞ്ഞാൽ ഈ ഒരു ജാറിന്റെ താഴെ പിടിച്ചൊന്ന് പ്രസ് ചെയ്താൽ ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വരും. ഇനി ഒരു കോട്ടൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ജാറുകളും ബ്ലെൻഡറും നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കാനും സാധിക്കും. അങ്ങനെ ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ മൂടിയൊന്ന് തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ കറി നല്ല കുറുക്കിയ പാകത്തിലേക്കാണ് ആയി വന്നിട്ടുള്ളത്. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് കറി മാറ്റാവുന്നതാണ്. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള പോർക്ക് വിന്താലു ഇവിടെ റെഡിയാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. ഇനിയിപ്പോൾ വീഡിയോ കണ്ട് വീടുകളിൽ തയ്യാറാക്കി നോക്കുമ്പോൾ ഈ ഒരു കറിയുടെ സ്വാദ് നിങ്ങൾക്ക് ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ, വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.